ഗൈസ്, നമ്മുടെ പുതുതലമുറ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തായിട്ടുള്ള ക്രൂരകൃത്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. 90s, 80s, 70s അതല്ലെങ്കിൽ അതിന് പിന്നിട്ടുള്ള തലമുറകൾ എടുക്കുക. ഇവരൊന്നും ചെയ്യാത്ത ആ രീതിയിലുള്ള അക്രമാസക്തമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ എന്തുകൊണ്ടാണ് 2000-ന് ശേഷം അതല്ലെങ്കിൽ 2010-ന് ശേഷമുള്ള കുട്ടികൾ ചെയ്യുന്നത്? അപ്പോൾ നമ്മളെല്ലാവരും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിരിക്കും. കൂടുതൽ ആളുകളും പറയുന്ന ഒരു ഉത്തരം മാർക്കോ പോലത്തുള്ള മൂവീസാണ് കുട്ടികൾ അത്രയേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെ. മാർക്കോ, ആവേശം, ആ രീതിയിലൊക്കെ ഒരുപാട് മൂവീസ് അങ്ങനെ വയലൻസ് കൂടുതലായിട്ടുണ്ട്. എന്നാൽ ഈ 90s, 80s, 70s അങ്ങനത്തെ തലമുറകൾ ഉണ്ടായിരുന്നവരും വയലൻസൊക്കെ കണ്ടു തന്നെയാണ് വളർന്നത്. പക്ഷേ ഇത്രയും ക്രൂരമായിട്ടുള്ള വയലൻസ് ഒന്നും നമ്മൾ മൂവീസിൽ കണ്ടിട്ടില്ല. എങ്കിലും അത്യാവശ്യം തമിഴ് സിനിമകളിലൊക്കെ നമ്മൾ വെട്ടും കൊലയും എല്ലാം കണ്ടു വളർന്നവരാണ്. എന്നിട്ടും കഴിഞ്ഞ തലമുറയിലുണ്ടായിരുന്നവരാരും തന്നെ ചെയ്യാത്ത ക്രൂരകൃത്യങ്ങളൊക്കെ ഇന്നത്തെ തലമുറ എന്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്? ഇതിലെനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ കഴിഞ്ഞ തലമുറകൾക്കെല്ലാം കോമൺ ആയിട്ടൊരു കാര്യമുണ്ടായിരുന്നു, ഭയം അഥവാ പേടി. അവർക്ക് അധ്യാപകരെ ഭയമുണ്ടായിരുന്നു, അവർക്ക് പേരൻസിന് ഭയമുണ്ടായിരുന്നു, അവർക്ക് സമൂഹത്തിന് ഭയമുണ്ടായിരുന്നു, അവർക്ക് ദൈവത്തിലും ഭയമുണ്ടായിരുന്നു. ഒരു തെറ്റ് ചെയ്യാൻ ആലോചിക്കുമ്പോൾ അതിന് കിട്ടാൻ പോകുന്ന ശിക്ഷകൾ എന്തൊക്കെയായിരിക്കുമെന്ന് ഓർക്കുമ്പോൾ അവർക്ക് ഭയമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇതുണ്ടോ? ഇന്നത്തെ തലമുറയിൽ ഒരു കുട്ടി തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് ചോദിക്കാൻ ചെല്ലുന്നവനെ സദാചാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹം തന്നെ മാക്സിമം നാണം കെടുത്തി വിടും. പിന്നീട് ആ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു തെറ്റ് കണ്ടാലും മൈൻഡ് ചെയ്യാതെയാവും. കാരണം എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? എന്നാൽ ഇത്തരം പ്രവർത്തികൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു ചിന്ത എന്തായിരിക്കും? ഇനി എനിക്ക് ആരും ചോദിക്കാനും പറയാനൊന്നും വരാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്നെ ആരും ചോദിക്കാനൊന്നും വരുന്നില്ല. ഈ ഇന്ത്യയുടെ ഉള്ളിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ആകാം. നമ്മൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പുതുതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട അടുത്ത് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ. അല്ലാതെ സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്ത് വളരാൻ അനുവദിച്ച ഇതൊക്കെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. 2 മാസം കൊണ്ട് നമ്മളെല്ലാം കണ്ടും കേട്ടും മനസ്സൊക്കെ മരവിച്ച അവസ്ഥയായിരിക്കും. നിങ്ങൾ തന്നെ പറയുക, നിയന്ത്രണങ്ങൾ വേണോ വേണ്ടയോ? അറ്റ്ലീസ്റ്റ് ഇനി ജനിക്കാനുള്ള കുട്ടികളെങ്കിലും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടട്ടെ.